ഹായ് മക്കളെ, നിങ്ങളുടെ ശ്രീലക്ഷ്മി മിസ് ആണ്. വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ചെറിയ സമയം കൊണ്ട് അല്ലെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ നമ്മുടെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ നോക്കാം. ഒരു ടോപ്പിക് പോലും വിടാതെ, ഒരു റിയാക്ഷൻ പോലും സ്കിപ്പ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒറ്റ ക്ലാസ് കൊണ്ട് കംപ്ലീറ്റ് ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. സോ ദിസ് ക്ലാസ് ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ടു യു. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ച് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 100% ഉറപ്പാണ് ഈ ക്ലാസ് എന്ത് ചെയ്യും, നിങ്ങളുടെ എക്സാംസിന് വേണ്ടി ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വലിയൊരു ചാപ്റ്റർ, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ, എക്സാമിന് നല്ല വെയിറ്റേജിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ നമ്മൾ ഈസി ആയിട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. സോ ആദ്യം പറയേണ്ടത്, ഈ ചാപ്റ്ററിൽ എത്ര ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ചാപ്റ്റർ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, A+ നേടാൻ സാധിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് ടിൽ ദ ലാസ്റ്റ് ആനുവൽ എക്സാം വരെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്ററിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുകയും നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്, വിവിധ തരം രാസപ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിനുശേഷം സം ഇമ്പോർട്ടന്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഏതൊക്കെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് പഠിക്കാനുള്ളത്, അതിന്റെ യൂസസും പ്രിപ്പറേഷനുമാണ് നമ്മൾ പഠിക്കുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ടേബിൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, മെഡിസിൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിലേക്ക് പോവാം അല്ലെ. നമുക്ക് കുറച്ചധികം റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. സോ ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ഒരു റിയാക്ഷൻ മനസ്സിലാക്കാം, ഒരു റിയാക്ടൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പഠിക്കുന്നത് ഇറ്റ് ഇസ് അബൌട്ട് ദ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഏതാണ്, ആദേശ രാസപ്രവർത്തനമാണ്. നിങ്ങൾ ഡെഫിനിഷൻ ഒക്കെ ബൈ ഹാർട്ട് പഠിക്കുന്നതിലുപരി നിങ്ങൾ അത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, കീ പോയിന്റ്സ് പഠിക്കാം. എന്താണോ കീ പോയിന്റ് അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്ടൻ സൈഡിലുള്ള റിയാക്ടന്റ് എന്തായിരിക്കണം, ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആയിരിക്കണം, പൂരിത ഹൈഡ്രോകാർബൺ ആയിരിക്കണം. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എവിടെ മാത്രമേ നടക്കുള്ളൂ, ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിൽ മാത്രമേ നടക്കുള്ളൂ. ഫോർ എൻ എക്സാമ്പിൾ, സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത് ആരാണ്, ആൽക്കെയിനുകളാണ് അല്ലേ. അതായത് കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് വരുന്ന ആളുകളാണ്. ആൽക്കെയിൻസിലെ ഏറ്റവും ചെറിയൊരാളാണ് മീത്തേൻ എന്ന് പറയുന്നത്, CH4. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, CH4ൽ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത് നോക്കാം കേട്ടോ. CH4ലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ക്ലോറിനെ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇതിലുള്ള ഒരു ഹൈഡ്രജന്റെ സ്ഥാനത്ത്, CH4ൽ 4 ഹൈഡ്രജൻ ഉണ്ട്, അതിലുള്ള ഒരു ഹൈഡ്രജന്റെ സ്ഥാനത്ത് ആരാണ് വരുന്നത്, നമുക്ക് ക്ലോറിൻ വരുന്നു അല്ലെ. മാത്രമല്ല അവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ മാറിയിട്ട് വേണം ഒരു ക്ലോറിൻ ആഡ് ചെയ്യാൻ. അവിടെ നമ്മുടെ ആ മാറിയ ഹൈഡ്രജൻ എന്താ ചെയ്യുന്നത്, Cl2ലുള്ള രണ്ടാമത്തെ ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് HCl ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ പ്രൊഡക്റ്റ് സൈഡില് CH4ൽ നിന്ന് ഒരു ഹൈഡ്രജൻ കുറച്ചു, CH3Cl ആയിട്ട് അത് മാറുന്നു. അതേപോലെ നമുക്ക് എന്തുമുണ്ട്, പ്രൊഡക്റ്റ് HCl ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. എന്താണ്, സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈറ്റിന്റെ സാന്നിധ്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അറിയേണ്ടത്, ഇവിടെ എങ്ങനെയാണ് ഞാൻ 4 റിയാക്ഷൻസ് എഴുതിയത്, എന്തുകൊണ്ട്, കാരണം ഏതൊരു സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എടുത്താലും അതിൻ്റെ അകത്ത് നിങ്ങൾ ആദ്യം സെർച്ച് ചെയ്യേണ്ടത് എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടെന്ന് നോക്കാം. CH4ൽ 4 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുന്നത്, 4 റിയാക്ഷൻസ് അതിനകത്ത് പോസിബിൾ ആണ്. നോക്കിക്കേ, CH3Clലേക്ക് പിന്നെയും ഞാൻ ക്ലോറിൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടി, CH2Cl2 പ്ലസ് HCl കിട്ടി. ഈ CH2Cl2ലേക്ക് ഞാൻ പിന്നെയും എന്ത് ചെയ്യാണ്, ക്ലോറിൻ ആഡ് ചെയ്യുന്ന സമയത്ത് CHCl3 പ്ലസ് HCl കിട്ടി. ഈ CHCl3ലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, പിന്നെയും ക്ലോറിൻ ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് ലഭിച്ചു, CCl4ഉം HClഉം ലഭിച്ചു. ഇനി എനിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്താൻ സാധിക്കോ, അവിടെ ഹൈഡ്രജൻ ഇല്ല അല്ലെ. അപ്പൊ ഏതൊരു കോമ്പൗണ്ട്, ഇനി അടുത്തൊരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. ഹിയർ ഐ ആം ജസ്റ്റ് ടേക്കിംഗ് ഈത്തേൻ ആയിരിക്കണം, കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആയിരിക്കണം അല്ലെ. അങ്ങനെയാണെങ്കിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം നടക്കുന്നത്. CH3 സിംഗിൾ ബോണ്ട് CH3 എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ അകത്ത് എത്ര സ്റ്റെപ്സ് പോസിബിൾ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്, ഇവിടെ നമുക്ക് 3 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്. ടോട്ടൽ നമുക്ക് എത്രയാണ്, 6 ഹൈഡ്രജൻ ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര സ്റ്റെപ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്, 6 സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പോസിബിൾ ആയിട്ടുണ്ട് അല്ലെ. അതിൽ ഫസ്റ്റ് റിയാക്ഷൻ വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഞാൻ എടുക്കുകയാണ്, C2H6 എന്ന് പറയുന്നതിന്റെ അകത്തേക്ക് ഞാൻ ക്ലോറിൻ ആഡ് ചെയ്യാനേ. അപ്പൊ എനിക്ക് എന്താ സംഭവിക്കുന്നത്, H6ലുള്ള ഒരു ഹൈഡ്രജന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു, ഒരു ക്ലോറിൻ വരുന്നു. അപ്പൊ അത് എന്തായിട്ട് മാറി, C2H5Cl ആയിട്ട് മാറുന്നു. അതിന്റെ കൂടെ എന്തും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, HCl പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അതേപോലെ തന്നെ
ഇൻകംപ്ലീറ്റ് ആയിട്ട് തന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്ര മാത്രം ആലോചിക്കുക. റിയാക്ടൻ സൈഡിൽ നിങ്ങൾക്ക് ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുമാണ്. പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് 2 പ്രൊഡക്റ്റുകൾ ഉണ്ടാവും കേട്ടോ. ഇനി രണ്ടാമത്തെ റിയാക്ഷനിലേക്ക് പോവാണ്. ഇറ്റ് ഇസ് അബൌട്ട് ദ അഡിഷൻ റിയാക്ഷൻ. എന്താണ് അഡിഷൻ രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് അത് എന്തായിരിക്കണം? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയിരിക്കണം, അപൂരിത ഹൈഡ്രോ കാർബൺ ആയിരിക്കണം. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ അറ്റങ്ങളുടെ ഇടയിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ തന്നിരിക്കുന്നത് ഈത്തീൻ ആണല്ലേ. ഈത്തീൻ അതായത് ഡബിൾ ബോണ്ട് അടങ്ങിയ ആൽക്കീൻ ആണ്. ഇതിലേക്ക് ഞാൻ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡിഷൻ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യാം, വേണമെങ്കിൽ ക്ലോറിൻ മോളിക്യൂൾ ആഡ് ചെയ്യാം, HCl ആഡ് ചെയ്യാം അല്ലെ. നമുക്ക് പലതും നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഡബിൾ ബോണ്ട് അടങ്ങിയിരിക്കുന്ന കാർബൺ ആറ്റങ്ങളിലേക്ക് എന്ത് ചെയ്യാണ്? നമ്മൾ ആഡ് ചെയ്യുന്ന ഈ പറയുന്ന മോളിക്യൂൾസ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അതായത് H2ൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം ഈ കാർബൺ ആറ്റത്തിലേക്കും രണ്ടാമത്തെ ഹൈഡ്രജൻ ആറ്റം എന്താണ് ചെയ്യുന്നത്? രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലേക്കും ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണെ നമ്മൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയിട്ട് കൺവേർട്ട് ചെയ്തു. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആൽക്കൈൻ ആണ്. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് ആണ് അല്ലേ. അപ്പൊ ഇവിടെ എനിക്ക് എങ്ങനെയാണ് പ്രൊട്ടക്ട് എഴുതാൻ സാധിക്കുന്നത്? നിങ്ങൾ നോക്കിക്കേ, ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ CH ട്രിപ്പിൾ ബോണ്ട് CH ആണ്. അതിൽ ഞാൻ എങ്ങനെയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഈ ഡബിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ട് ആണോ ട്രിപ്പിൾ ബോണ്ടിനെ ആദ്യം എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഡബിൾ ബോണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഒരു ഹൈഡ്രജൻ ഇവിടെ ഞാൻ ആഡ് ചെയ്തു. അതേപോലെ അടുത്ത കാർബണിൽ എന്തുണ്ട്? ഓൾറെഡി ഒരു ഹൈഡ്രജൻ ഉണ്ട്. അവിടേക്കും ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ഹൈഡ്രജനെ ഞാൻ ആഡ് ചെയ്യാണ് അല്ലെ. ശ്രദ്ധിക്കേണ്ടത് ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആദ്യം അത് ഡബിൾ ബോണ്ട് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിന്നെയും നമ്മൾ ഹൈഡ്രജനെ ആഡ് ചെയ്യുന്ന സമയത്ത് അത് എന്തായിട്ട് മാറുന്നു? യെസ്, കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആയിട്ട് മാറുന്നു അല്ലെ. കാരണം എന്താണ്? അവിടെ ആ ഒരു ഹൈഡ്രജനെ ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡബിൾ ബോണ്ട് എന്നുള്ള സാധനം സിംഗിൾ ബോണ്ട് ആയിട്ട് മാറുന്നത്. ഇതിനെ വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ സിംഗിൾ സ്റ്റെപ്പ് നമുക്ക് എഴുതാം. എങ്ങനെയാണ് എഴുതുന്നത്? CH ട്രിപ്പിൾ ബോണ്ട് CHന്റെ കൂടെ +2H2 മോളിക്യൂൾ. ഇവിടെ നമ്മൾ എഴുതിയത് 2 H2 മോളിക്യൂൾസ് ആണ്. അപ്പൊ 2 H2 മോളിക്യൂൾസ് എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് പ്രൊഡക്റ്റിലേക്ക് എഴുതാം? ഈ പറയുന്ന ആൽക്കീനിലേക്ക് എഴുതാം കേട്ടോ. അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ വെറും H2 ആണ് തന്നതെങ്കിൽ അത് എന്തായിട്ട് മാറുന്നു? ഒറ്റ പ്രൊഡക്റ്റ്, ഒരു റിയാക്ഷൻ മാത്രമേ അവിടെ പോസിബിൾ ഉള്ളൂ. നേരെ മറിച്ച് 2H2 എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അവിടെ എന്താണ്? 2 സ്റ്റെപ്സ് പോസിബിൾ ആണ് അല്ലെ. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അത് ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടുമായിട്ട് മാറും. ഇനി അഡിഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഒരാളുണ്ട്. ആരാണ്? ഇറ്റ് ഇസ് ദ കാറ്റലിസ്റ്റ് അല്ലെ. ഏത് കാറ്റലിസ്റ്റ് ആണ്? ഇറ്റ് ഇസ് ദ നിക്കൽ കാറ്റലിസ്റ്റ്. അവിടെ കാറ്റലിസ്റ്റിന്റെ സഹായത്തോടു കൂടിയാണ് അഡിഷൻ റിയാക്ഷൻ നടക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് കമ്പസ്റ്റൻ റിയാക്ഷൻ ആണ്. ഇറ്റ് ഇസ് എ വെരി ഈസി ആൻഡ് സിമ്പിൾ റിയാക്ഷൻ. കമ്പസ്റ്റൻ റിയാക്ഷൻ നിങ്ങൾ എന്തുമാത്രം ശ്രദ്ധിച്ചാൽ മതി? പ്രൊഡക്റ്റ് സൈഡിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ മോളിക്യൂൾ ആയിരിക്കും ഏതൊരു ഹൈഡ്രോ കാർബൺ നമ്മൾ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഫോർ എൻ എക്സാമ്പിൾ, CH4 ഞാൻ എന്ത് ചെയ്യാണ്? ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്യുന്നതിനാണ് കമ്പസ്റ്റൻ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് കിട്ടുന്നത്? ഈ പറയുന്ന പോലെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ മോളിക്യൂളുമാണ് എനിക്ക് കിട്ടുന്നത്. ഇവിടെ വ്യത്യാസം വരുന്നത് എന്തിനു മാത്രമാണ്? ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രൊഡ്യൂസ്ഡ്. അതായത് ഒരു മീഥെയിൻ മോളിക്യൂളിനെ ഞാൻ കമ്പസ്റ്റൻ ചെയ്യുന്ന സമയത്ത് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു എന്നും എത്ര വാട്ടർ മോളിക്യൂൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ നോക്കാം. ഇവിടെ ഒരു കാർബൺ ആറ്റം, ഇവിടെ ഒരു കാർബൺ ആറ്റം, ഇവിടെ 4 ഹൈഡ്രജൻ ആറ്റം ആണ്. ഇവിടെ നമുക്ക് എത്രയാണ്? 2 ഹൈഡ്രജൻ ആറ്റമേ ഉള്ളൂ. 4 ആക്കാൻ വേണ്ടി ഞാൻ 2 ഇട്ട് കൊടുത്തു. അപ്പോൾ ഓക്സിജൻ ആറ്റത്തിന്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നു. ഇവിടെ നമുക്ക് 2 + 2 മൊത്തം 4 ഓക്സിജൻ ആറ്റം ആണ്. റിയാക്ടൻ സൈഡിൽ 4 ആക്കണമെങ്കിൽ ഞാൻ എന്തിട്ട് കൊടുക്കണം? 2O2 എന്നിട്ട് കൊടുക്കണം അല്ലേ. സോ വൈൽ യു ആർ റൈറ്റിംഗ് ദ കമ്പസ്റ്റൻ റിയാക്ഷൻ യു ഹാവ് ടു ബി മോർ കെയർഫുൾ. ബിക്കോസ് നിങ്ങൾ ബാലൻസ് ചെയ്തിട്ട് വേണം എന്ത് എഴുതാൻ? കമ്പസ്റ്റൻ റിയാക്ഷൻ എഴുതാൻ. എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്ന ഒരു കമ്പസ്റ്റൻ റിയാക്ഷൻ ആണ് ഏത്? നമ്മുടെ ബ്യൂട്ടേന്റെ കമ്പസ്റ്റൻ റിയാക്ഷൻ. ഏതിന്റെയാണ് ചോദിക്കാറ്? ബ്യൂട്ടേന്റെ കമ്പസ്റ്റൻ റിയാക്ഷൻ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എന്നാൽ പലർക്കും അറിയാം ബ്യൂട്ടേന്റെ കമ്പസ്റ്റൻ റിയാക്ഷനിൽ പ്രൊഡക്റ്റ് സൈഡിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. ഭയങ്കര ഈസി ആണ് അല്ലേ. എന്നാൽ അത് ബാലൻസ് ചെയ്യാൻ വളരെയധികം എന്ത് ചെയ്യാറുണ്ട്? ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ബാലൻസിംഗിൽ ഡൗട്ട്സ് വരാറുണ്ട്, അല്ലെങ്കിൽ കുറേ ടൈം എടുക്കാറുണ്ട്. ആ ടൈം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജനറൽ ഫോർമുല പഠിച്ചു വെക്കുക.
This is the combustion reaction of alkanes. Okay, ആൽക്കെയിനുകൾ അത് ഏത് തന്നാലും, എത്ര കാർബൺ ആറ്റം അടങ്ങിയ ആൽക്കെയിൻ തന്നാലും ഈ ജനറൽ ഫോർമുല യൂസ് ചെയ്താൽ മതി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ C4H10 ഇടാം. ഇവിടെ N എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നതിലൊക്കെ N വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെ. Cn എന്ന് പറയുന്നത് C4 ആണ്. H2n + 2 എന്ന് പറയുന്നത് it is 4 into 2 8, 8 + 2 10 ആണ്. പ്ലസ് നമ്മൾ എന്ത് ചെയ്യാണ്? 3 into 4 + 1 divided by 2 O2 എന്ന് എഴുതുന്നു. ഗിവ്സ് എന്താണ്? 4CO2 + 4 + 1 5H2O എന്ന് എഴുതുന്നു. ഇനി ഇതിനെ എങ്ങനെയാ സിംപ്ലിഫൈ ചെയ്യാം? C4H10 പ്ലസ് 4 3s are 3 ആണ്, 12 ആണ്. 12 + 1 എന്ന് പറയുന്നത് it is 13/2 ആണ്. by 2 O2 gives 4CO2 + 5H2O. നമ്മൾ ജസ്റ്റ് ഒരു 3 സെക്കൻഡ് എടുത്തിട്ടുണ്ടാവില്ല ഈ ഒരു റിയാക്ഷൻ എഴുതാൻ. നേരെ മറിച്ച് നിങ്ങൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ എക്സാം സമയത്ത് ഒരുപാട് ടൈം എടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ടീച്ചർ പറയുന്നത് മാക്സിമം നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന രീതിയിൽ മാക്സിമം നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് എഴുതാം ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുക. ആൽക്കെയിൻ ആണെങ്കിൽ ദിസ് ഇസ് ദ ജനറൽ ഫോർമുല. ഓക്കെ, ഈ ജനറൽ ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഏത് ഇക്വേഷൻ നമുക്ക് ബാലൻസ് ചെയ്തിട്ട് കമ്പസ്റ്റൻ റിയാക്ഷൻ എഴുതാം. ഈസി ആണല്ലോ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യമല്ല, അടുത്ത റിയാക്ഷനിലേക്ക് പോവാണ്. ഇറ്റ് ഇസ് അബൌട്ട് തെർമൽ ക്രാക്കിംഗ്, താപീയ വിഘടനം. തെർമൽ ക്രാക്കിംഗിൽ എന്താ പ്രത്യേകത? ഒരു വലിയ കോമ്പൗണ്ടിനെ ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാതെ ഞാൻ നന്നായിട്ട് ഹീറ്റ് ചെയ്യാണ്. അങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? 2 ചെറിയ മോളിക്കുലർ മാസ് ഉള്ള പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നോക്കിക്കേ, ഇവിടെ ഞാൻ 3 കാർബൺ ആറ്റം അടങ്ങിയ പ്രൊപ്പൈൻ എടുത്തു. ഞാൻ നന്നായിട്ട് ഹീറ്റ് ചെയ്യാണ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. അങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 2 പ്രൊഡക്റ്റുകൾ കിട്ടി. എന്നാൽ ആ 2 പ്രൊഡക്റ്റുകൾക്ക് എന്താണ് പ്രത്യേകത? ഒന്ന് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയിരിക്കണം, ഒന്ന് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയിരിക്കണം. ഇവിടെ പല ആൾക്കും വരുന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. മിസ്സേ, ഇതിൽ എങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എഴുതുന്ന സമയത്ത് അൺസാച്ചുറേറ്റഡ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്? ഇതുപോലത്തെ ഒരു റിയാക്ഷൻ നിങ്ങൾ നോക്കിക്കേ. ഇവിടെ നോക്കാം, തന്നിരിക്കുന്ന റിയാക്ടിന്റെ അകത്ത് 1 2 3 4 കാർബൺ ആറ്റം ആണുള്ളത്. പ്രൊഡക്റ്റ് സൈഡിൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് തന്നു, അതായത് 3 കാർബൺ ആറ്റം അടങ്ങിയ ഒരു പ്രൊഡക്റ്റ് തന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി വരുന്ന ആൾക്ക് എത്ര കാർബൺ ആറ്റം ആയിരിക്കും? സിംഗിൾ കാർബൺ ആറ്റം ആയിരിക്കും. ഇനി ശ്രദ്ധിക്കുക, തന്നിരിക്കുന്നതിൽ എന്താണ്? CH3CH ഡബിൾ ബോണ്ട് CH2, അതൊരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. അപ്പോൾ ഒരു കാർബൺ ആറ്റം അടങ്ങിയ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്തായിരിക്കും? CH4 ആയിരിക്കണം. അതേപോലെ അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ, തന്നിരിക്കുന്നതിൽ 1 2 3 4 5 കാർബൺ ആറ്റം ഉണ്ട്. ആൽക്കെയിൻ ആണ്. ഈ തന്നിരിക്കുന്നതിനെ നമ്മൾ തെർമൽ ക്രാക്ക് ചെയ്യുന്ന സമയത്ത് 2 കാർബൺ ആറ്റം ഉള്ള ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രൊഡക്റ്റ് എന്തായിരിക്കണം? ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയിരിക്കണം. മാത്രമല്ല 3 കാർബൺ ആറ്റം ഉണ്ടായിരിക്കണം. സോ നമ്മൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് ആ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഓൾറെഡി 1 2 3 4 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് പഠിച്ചു. ഇനി അടുത്തത് പോളിമറൈസേഷൻ ആണ്. പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ മോണോമേഴ്സ് കമ്പൈൻ ചെയ്ത് വലിയൊരു പോളിമർ ആയിട്ട് മാറുന്നതിനെയാണ് പോളിമറൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതിൽ നമുക്ക് പഠിക്കാനുള്ള പോളിമേഴ്സ് 2 തരത്തിലുണ്ട്. അഡിഷൻ പോളിമേഴ്സും പഠിക്കാനുണ്ട്, കണ്ടൻസേഷൻ പോളിമേഴ്സും പഠിക്കാനുണ്ട്. അഡിഷൻ പോളിമേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഒബ്റ്റെയിൻ ബൈ ദ റിപ്പീറ്റഡ് അഡിഷൻ ഓഫ് മോണോമേഴ്സ്. അവിടെ ഒരേ മോണോമേഴ്സിനെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡിഷൻ പോളിമർ ഉണ്ടാക്കുന്നത്. അവിടെ പഠിക്കാനുള്ള എക്സാമ്പിൾസ് ആണ് പോളിത്തീന്, PVC, ടെഫ്ലോൺ. ഇനി അടുത്തത് ഇതാണ് കണ്ടൻസേഷൻ പോളിമർ. നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡിഫറെന്റ് മോണോമേഴ്സ് കമ്പൈൻ ടുഗദർ ടു ഫോം എ പോളിമർ ആൻഡ് ഓൾസോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റിമൂവൽ ഓഫ് സിമ്പിൾ മോളിക്യൂൾസും ഹാപ്പൺ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടൻസേഷൻ പോളിമറിൽ പഠിക്കാനുള്ളത് നൈലോൺ 6 മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന പോയിന്റ്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാന്ന് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് മാത്രം പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എക്സാം ഹാളിലേക്ക് പോയാൽ മതി. 100% ഉറപ്പാണ് നിങ്ങൾ പഠിക്കുന്നത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. ഇനി പോളിത്തീന്റെ കേസ് എടുക്കുകയാണെങ്കിൽ CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന ഈത്തീൻ ആണ് അവിടെ മോണോമർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ആ മോണോമർ എന്താണ്? ഒരുപാട് ഈത്തീൻ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് പോളിത്തീൻ എന്ന് പറയുന്ന പോളിമർ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പോളിമറൈസേഷൻ റിയാക്ഷൻ എഴുതുന്ന സമയത്ത് ഈ N വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം N നമ്പർ ഓഫ് ഈത്തീൻ മോളിക്യൂൾസ് എന്നാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് സൈഡ് എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ എഴുതുക? സ്ക്വയർ ബ്രാക്കറ്റ് വരയ്ക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് മാറിയിട്ട് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് 2 ഭാഗത്തേക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ N എഴുതാൻ മറക്കരുത്. അതേപോലെ തന്നെയാണ് PVC, വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന മോണോമർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിനൈൽ ക്ലോറൈഡ് എങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ എഴുതുക? ഇത് CH2 ഡബിൾ ബോണ്ട് CHCl ആണ്. ഇവിടെ നമ്മൾ പോളിമറൈസേഷൻ റിയാക്ഷൻ എഴുതുന്ന സമയത്ത്
NCH2 ഡബിൾ ബോണ്ട് CHCl എന്ന് എഴുതുന്നു, നമ്മൾ ഗിബ്സൺ എഴുതുന്നു, സ്ക്വയർ ബ്രാക്കറ്റ് വരയ്ക്കുന്നു, അവിടെ ഞാൻ ഡബിൾ ബോണ്ട് മാറ്റിയിട്ട് സിംഗിൾ ബോണ്ട് ആക്കുകയും രണ്ട് ഭാഗത്തേക്ക് ഞാൻ ബോണ്ട് റെപ്രസെന്റ് ചെയ്യുകയും ചെയ്യുന്നു. ആ സ്ക്വയർ ബ്രാക്കറ്റിന്റെ താഴെ N എഴുതാൻ മറക്കരുത്, ബിക്കോസ് N നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് പോളിമർ ആവത്തുള്ളൂ അല്ലെ. അപ്പൊ ഈ തന്നിരിക്കുന്ന പോളിമർ ആണ് ഏത്? PVC അഥവാ പോളിവിനൈൽ ക്ലോറൈഡ്. 100% ചോദിക്കുന്ന ഒരു ഭാഗമാണ് പോളിമറൈസേഷൻ. തന്നിരിക്കുന്ന പോളിമറിന്റെ മോണോമർ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മോണോമർ തന്നിട്ട് പോളിമർ എന്താണെന്ന് ചോദിക്കാം. അതിന്റെ റിയാക്ഷൻ ഡയറക്റ്റ് ആയിട്ട് എഴുതാനും ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ ഇറ്റ് ഇസ് അബൌട്ട് ദ ടെഫ്ലോൺ. ടെഫ്ലോൺ നമ്മുടെ ഈ നോൺ സ്റ്റിക്കിന്റെ ഉൾവശത്തുള്ള കോട്ടിംഗ് ഇടാ, ഇറ്റ് ഇസ് ടെഫ്ലോൺ. അപ്പൊ ടെഫ്ലോണിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് മോണോമർ ആയിട്ട് യൂസ് ചെയ്യുന്നത്? വി ആർ യൂസിങ് ടെട്രാഫ്ലൂറോഈത്തീൻ. ആരാണ്? ടെട്രാഫ്ലൂറോഈത്തീൻ ആണ് യൂസ് ചെയ്യുന്നത്. NCF2 ഡബിൾ ബോണ്ട് CF2 എന്ന് പറയുന്ന മോളിക്യൂൾ ആണ്. അവിടെ നമ്മൾ ആ ഒരു സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ട് പോളിമറൈസേഷൻ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പോളി ടെട്രാഫ്ലൂറോഈത്തീൻ എന്ന് പറയുന്ന ടെഫ്ലോൺ നമുക്ക് ലഭിക്കുന്നത് കേട്ടോ. ഇവിടെയും അതേപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് എഴുതുന്നത്, റിയാക്ഷൻ എഴുതുന്നത്. സ്ക്വയർ ബ്രാക്കറ്റ് വരയ്ക്കാനും N നമ്പർ ഓഫ് മോളിക്യൂൾസ് റെപ്രസെന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമ്മുടെ അഡിഷൻ പോളിമേഴ്സ് ഇവിടെ തീർന്നു എന്ന് ചോദിച്ചാൽ തീർന്നിട്ടില്ല. ഇവിടെ സ്ട്രക്ചർ അല്ലെങ്കിൽ റിയാക്ഷൻ അല്ലാതെ രണ്ട് എക്സാമ്പിൾസും കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് അബൌട്ട് ദ ഐസോപ്രിൻ ആൻഡ് ഓൾസോ വിനൈൽ സയനൈഡ്. അതായത് ഐസോപ്രിൻ എന്ന് പറയുന്ന മോണോമേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നാച്ചുറൽ റബ്ബർ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ എന്താണ്? വിനൈൽ സയനൈഡ് അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാം, എക്രിലോൺ നൈട്രിൽ എന്ന് പറയുന്ന മോണോമേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒർലോൺ എന്ന് പറയുന്ന പോളിമർ ഫോം ചെയ്യുന്നത്. ഈ പറയുന്ന പോളിമേഴ്സ് മോണോമേഴ്സ് അവരുടെ യൂസസ് നിർബന്ധമായിട്ടും പഠിക്കണം. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. മക്കളെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് എഴുതി വെച്ചോളൂ. എന്താണ് എഴുതി വെക്കേണ്ടത്? ഇമ്പോർട്ടന്റ് എന്ന് എഴുതി വെക്കുക, എന്നിട്ട് പഠിക്കുക കേട്ടോ. ഇനി നമ്മുടെ നൈലോൺ 66 അതായത് കണ്ടൻസേഷൻ പോളിമറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? നൈലോൺ 66 യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ റിയാക്ഷനിൽ നമ്മൾ പഠിച്ച പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഡിഫറെന്റ് മോണോമേഴ്സ് കമ്പൈൻ അല്ലെ. നൈലോൺ 66 ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേണ്ട മോണോമേഴ്സ് ഏതൊക്കെയാണ്? അഡിപിക് ആസിഡും വേണം, അതേപോലെ തന്നെ ഏതാണ്? ഹെക്സാമെത്തിലിൻ ഡൈ അമീനും നമുക്ക് വേണം. ഈ രണ്ട് ഡിഫറെന്റ് മോണോമേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നൈലോൺ 66 നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് ഓൾസോ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? വാട്ടർ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്? വാട്ടർ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് വാട്ടർ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്യുന്നത്? നോക്കണേ, ഈ NH2ലുള്ള ഒരു ഹൈഡ്രജനും ഈ COOHലുള്ള OHും കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? നമുക്കിവിടെ വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. ഇവിടെ N നമ്പർ ഓഫ് മോണോമേഴ്സ് അല്ലേ നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ടാണ് N നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് അവിടെ ഫോം ചെയ്യുന്നു എന്ന് നമ്മൾ എഴുതാൻ കാരണം. ബാക്കിയുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്തു? കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഒന്നിച്ച് എഴുതാണ് ചെയ്തത് കേട്ടോ. അവിടെ നമ്മൾ ബോണ്ട് റെപ്രസെന്റ് ചെയ്തിട്ട് അതിനെ സിംഗിൾ സ്ട്രക്ചർ ആക്കി മാറ്റിയാണ് നമ്മൾ ചെയ്തത്. സോ ദിസ് ഇസ് ദ കണ്ടൻസേഷൻ റിയാക്ഷൻ. കണ്ടൻസേഷൻ റിയാക്ഷനിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നൈലോൺ 66ന്റെ കൂടെ എന്തൊക്കെ പഠിക്കാനുണ്ട്? ബേക്കൽ ആയിട്ടും പഠിക്കാനുണ്ട്, പോളിസ്റ്ററും പഠിക്കാനുണ്ട്. റിയാക്ഷൻ പഠിക്കേണ്ട, എന്നാൽ അതിൽ യൂസ് ചെയ്യുന്ന മോണോമേഴ്സും അതേപോലെ തന്നെ അവരുടെ യൂസസും നിങ്ങൾ പഠിച്ചു വെക്കണം. സോ ടെക്സ്റ്റ് ബുക്കിനകത്ത് മാർക്ക് ചെയ്തോളൂ, ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. എന്നിട്ട് നിങ്ങൾ അതിന്റെ മോണോമേഴ്സ് ഏതൊക്കെയാണെന്നും അതിന്റെ യൂസസ് ഏതൊക്കെയാണെന്നും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പകുതി ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പോകുന്നത് നമ്മൾ ചെറിയ ചെറിയ ഭാഗത്തേക്കാണ്. അതിൽ നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? സം ഇമ്പോർട്ടന്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ലൈക്ക് മെത്തനോൾ, എത്തനോൾ, എത്തനോയിക് ആസിഡ് ആൻഡ് എസ്റ്റർ ആണ്. അതിൽ ആദ്യം നമ്മൾ മെത്തനോളിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. മെത്തനോളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെത്തനോളിന്റെ ഒരു പെറ്റ് നെയിം ആണ് വുഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. എന്താണ്? മെത്തനോളിന്റെ പെറ്റ് നെയിം ആണ് വുഡ് സ്പിരിറ്റ്. എത്തനോളിന്റെ പെറ്റ് നെയിം എന്താണ്? ഇറ്റ് ഇസ് ഗ്രേപ്പ് സ്പിരിറ്റ്. എന്താണ്? ഗ്രേപ്പ് സ്പിരിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി മെത്തനോൾ നമ്മൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? ബൈ യൂസിങ് ദ കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ഓക്കെ, നമ്മൾ എന്താണ് ചെയ്യുന്നത്? വി ആർ ജസ്റ്റ് ട്രീറ്റിംഗ് കാർബൺ മോണോക്സൈഡ് വിത്ത് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഹൈ ടെമ്പറേച്ചറിൽ പ്രഷറിൽ നമ്മൾ എന്ത് ചെയ്യാണ്? കാർബൺ മോണോക്സൈഡിനെ ഹൈഡ്രജനുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാണ്. അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? CH3OH എന്ന് പറയുന്ന മെത്തനോൾ കിട്ടി. നിങ്ങൾ നോക്കുക, CO+2H2 gives എന്താണ്? CH3OH ആണ്. ഇത്രയും പഠിക്കാനുള്ളൂ നമ്മുടെ മെത്തനോളിന്റെ പ്രിപ്പറേഷനിൽ. ഇനി മെത്തനോളിന്റെ യൂസസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ പറയാം? ഈ കാണുന്ന യൂസസ് ഒക്കെ പറയാം അല്ലെ. മെത്തനോളിന്റെ യൂസസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് വാർണിഷ്, ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് പെയിന്റ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഫോമിക് ആസിഡ്, ഫോർമാൽഡിഹൈഡ് എക്സെട്ര. സെപ്പറേറ്റ് ആയിട്ട് എഴുതിയാലും മതി. അപ്പൊ നമ്മൾ മെത്തനോൾ പഠിച്ചു കേട്ടോ, ഒരു കോമ്പൗണ്ട് പഠിച്ചു, അത്രയേ ഉള്ളൂ പഠിക്കാൻ. ഇനി അടുത്തൊരു കോമ്പൗണ്ടിലേക്ക് പോവാണ്. ഇറ്റ് ഇസ് എത്തനോൾ വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് ഗ്രേപ്പ് സ്പിരിറ്റ് അല്ലെ. എത്തനോളിന്റെ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് 2 സ്റ്റെപ്സിലാണ് ആ റിയാക്ഷൻ നടക്കുന്നത്. ഈ ഷുഗർ കെയിനിൽ നിന്ന് നമുക്ക് വേണ്ട ഷുഗർ എല്ലാം എക്സ്ട്രാക്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വരുന്ന വേസ്റ്റിലിടാം. അതിനാണ് മൊലേസസ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്?
മൊലേസസ് എന്നാണ് പറയുന്നത്. അതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നു. പഞ്ചസാര എന്ന് പറയുന്നത് ഇറ്റ് സുക്രോസ് ആണ്, C12H22O11 ആണ്. അതിലേക്ക് ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ട് ഡൈല്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ഈസ്റ്റ് ആഡ് ചെയ്യുകയാണെ. ഈസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന 2 എൻസൈംസ് ആണ് എന്തിനു സഹായിക്കുന്നത്? ഈ പറയുന്ന എത്തനോളിന്റെ പ്രിപ്പറേഷന് സഹായിക്കുന്നത്, ഇൻവേർട്ടേസും സൈമേസും. അപ്പൊ ഇവിടെ ആദ്യം ആരാ പ്രവർത്തിക്കുന്നത്? ഇൻവേർട്ടേസ് പ്രവർത്തിച്ചിട്ട് ഈ പറയുന്ന ഏതാണ് നമ്മുടെ സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു. ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെയും കെമിക്കൽ ഫോർമുല ഇറ്റ് സെയിം, ഇറ്റ് C6H12O6 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സൂക്രോസിൽ നിന്ന് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടിയേ. ഇനി ഈ C6H12O6ലേക്ക് ആരാണ് പ്രവർത്തിക്കുന്നത്? സൈമേസ് പ്രവർത്തിക്കുകയാണ്. 2 എൻസൈംസ് ഇല്ലേ? ആദ്യം ആരാണ് സഹായിച്ചത്? ഇൻവേർട്ടേസ് ആണ് ആദ്യം സഹായിച്ചത്. രണ്ടാമത് ആരാണ് സഹായിച്ചത്? സൈമേസ് ആണ് സഹായിക്കുന്നത്. സൈമേസിന്റെ സഹായത്തോടു കൂടിയാണ് C6H12O6നെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഹിയർ യു ക്യാൻ സീ ദ എത്തനോൾ C2H5OH, അതായത് CH3CH2OH എന്ന് പറയുന്ന സെയിം ആൾ തന്നെയാണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ. എത്തനോളും അവിടെ എന്തും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. ഇവിടെ പരീക്ഷയ്ക്ക് എങ്ങനെയാ ചോദിക്കാന്നറിയോ? ഇത് നിങ്ങൾക്ക് A എന്ന് തരും, ഇത് B എന്ന് തരും, ഇത് C എന്ന് തരും, ഇത് D എന്ന് തരും. എന്നിട്ട് നിങ്ങളുടെ ഫിൽ ചെയ്യാൻ വേണ്ടി പറയും. സോ ദിസ് റിയാക്ഷൻ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇതാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ. ഇൻ വേർഡ്സിൽ എഴുതാൻ ചോദിച്ചാൽ ടീച്ചർ പറഞ്ഞു, മൊലേസസ് എടുക്കുന്നു, ഡൈല്യൂട്ട് ചെയ്യുന്നു, അതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്യുന്നു, ആദ്യം ഇൻവേർട്ടേസ് റിയാക്ഷൻ നടക്കുന്നു, ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു. അത് നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത്? സൈമേസ് എന്ന് പറയുന്ന എൻസൈം പ്രവർത്തിച്ചിട്ട് എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റുന്നു എന്ന് എഴുതാവുന്നതേ ഉള്ളൂ. ക്ലിയർ അല്ലേടാ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി, ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കോളൂ. നമ്മൾ ഈ പറയുന്ന എല്ലാ പോയിന്റ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കടാ. അവരും ഈ എക്സാം നന്നായിട്ട് തന്നെ എഴുതട്ടെ, അവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. ഈ ചാപ്റ്റർ അറിയാത്ത ഒരുപാട് കുട്ടികൾ ഉണ്ടാവും, അവരെയും കൂടി നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാം. ചെലവും കാര്യങ്ങളും ഒന്നുമില്ല, ജസ്റ്റ് ഒരു വീഡിയോ നമുക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനല്ലേ ഉള്ളൂ. കാരണം ചിലപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് കൊണ്ട് അവർ ആ ഒരു പോയിന്റ്സ് പഠിച്ചിട്ടുണ്ടെങ്കിലോ, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് അത് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ, അത് നിങ്ങൾക്കുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കും അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാനും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ നമുക്ക് 1 മാർക്സിനൊക്കെ ചോദിക്കുന്ന സിമ്പിൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ടേംസ് തരും, ആ ടേം എന്ത് റിലേറ്റഡ് ആണെന്ന് ചോദിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാഷ് എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ഓഫ് എത്തനോൾ ആണെന്ന് ചോദിക്കും. ഇറ്റ് ഇസ് അബൌട്ട് 8 to 10% ഓഫ് എത്തനോൾ. ഓക്കെ. ഇനി റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് 95.6% എത്തനോൾ ആണ് അടങ്ങിയിരിക്കുന്നത്. ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീനേച്ചേർഡ്, അവിടെ നമ്മൾ എത്തനോളിന്റെ കൂടെ പോയിസണസ് സബ്സ്റ്റൻസ് ആഡ് ചെയ്യാണ്. എത്തനോളിന്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? പോയിസണസ് സബ്സ്റ്റൻസ് ആഡ് ചെയ്തു. മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എത്തനോളിന്റെ കൂടെ പോയിസണസ് സബ്സ്റ്റൻസ് ആയ മെത്തനോൾ നമ്മൾ ആഡ് ചെയ്യാണ്. നമ്മൾ ആദ്യം കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും വെച്ച് ട്രീറ്റ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? മെത്തനോൾ കിട്ടിയിട്ടുണ്ട്. ആ മെത്തനോൾ ഇറ്റ് ഇസ് എ പോയിസണസ് സബ്സ്റ്റൻസ്. ആ പോയിസണസ് സബ്സ്റ്റൻസ് എത്തനോളിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? മെത്തിലേറ്റഡ് സ്പിരിറ്റ് കിട്ടിയിട്ടോ. ചിലപ്പോൾ ചോദിക്കും എന്താണ് ഈ പറയുന്ന മെത്തിലേറ്റഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ ഡീനേച്ചേർഡ് സ്പിരിറ്റിന്റെ യൂസ് എന്ന് ചോദിക്കും. നമുക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരു ഓപ്ഷൻ ആയിട്ട് ചോദിക്കും. എന്താണ് നമുക്ക് അവിടെ യൂസ് എന്ന് വരുന്നത്? നമ്മൾ പറയാറില്ലേ, എന്ന് പറയാ മിസ്യൂസിംഗ് എന്ന് പറയാറുണ്ട് അല്ലേ? അതായത് എത്തനോൾ ബിവറേജസിൽ ആൽക്കഹോൾസ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന പോയിസണസ് സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ട് ആളുകൾ എടുത്ത് കുടിക്കാതിരിക്കാൻ. ഇനി അടുത്തത് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് അബൌട്ട് ദ പ്യൂരിറ്റി അല്ലെ? നമുക്ക് വേണമെങ്കിൽ പറയാം 99.9% അല്ലെങ്കിൽ 100% എന്താണ്? പ്യൂരിറ്റി ഉള്ള ആളാണ് ഈ പറയുന്ന അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യുന്ന ആളാണ്. പവർ ആൽക്കഹോൾസിന്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ അകത്ത് നമ്മൾ പെട്രോളും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് അല്ലെ? അതായത് ഈ പറയുന്ന അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും മിക്സ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ആളാണ് ഈ പറയുന്ന പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ പറയുന്ന പോയിന്റ്സ് ഒക്കെ പഠിച്ചു കേട്ടോ. ഇതിനകത്ത് ഏതാണ് ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ എല്ലാം എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ യൂസസ് ചോദിച്ചാൽ പറയാം. മെത്തനോളിന്റെ യൂസസ് ആണ് പവർ ആൽക്കഹോൾ നിർമ്മിക്കാൻ യൂസ് ചെയ്യാറുണ്ട്, മെഡിസിൻസിലെ സോൾവെന്റ് ലായകമായിട്ട് യൂസ് ചെയ്യാറുണ്ട്, പെയിന്റ് നിർമ്മാണത്തിന് യൂസ് ചെയ്യാറുണ്ട്, പ്രിസർവേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, ആൻഡ് ഓൾസോ ഇൻ ദ പ്രിപ്പറേഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓർഗാനിക് സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ലിസ്റ്റ് എനി 2 എക്സാമ്പിൾസ് അല്ലെങ്കിൽ ലിസ്റ്റ് എനി 2 യൂസസ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ നമ്മൾ മെത്തനോളിന്റെയും ഒക്കെ യൂസസ് പഠിച്ചു വെക്കണേ. ഇനി അടുത്തത് കാർബോക്സിലിക് ആസിഡിൽ നമുക്ക് ആരെയാണ് പഠിക്കാനുള്ളത്? ഇറ്റ് ഇസ് അബൌട്ട് ദ എഥനോയിക് ആസിഡ്. എഥനോയിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി സിമ്പിൾ. എഥനോയിക് ആസിഡ് ക്യാൻ ബി മാനുഫാക്ചർഡ് ബൈ
ട്രീറ്റിംഗ് മെത്തനോൾ വിത്ത് കാർബൺ മോണോക്സൈഡ്. എടാ നമ്മുടെ മെത്തനോളിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? CH3OH ആണ് മെത്തനോൾ എന്ന് പറയുന്നത് അല്ലേ. ഇതിലേക്ക് ഞാൻ എന്ത് ആഡ് ചെയ്യാണ്? കാർബൺ മോണോക്സൈഡ് ഞാൻ ആഡ് ചെയ്യാണ് ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ആരുടെ സഹായത്തോടു കൂടിയാണ്? കാറ്റലിസ്റ്റിന്റെ സഹായത്തോടു കൂടി ഇത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? എഥനോയിക് ആസിഡ് CH3COOH എന്ന് പറയുന്ന എഥനോയിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നോക്കിക്കേ നിങ്ങൾ, CH3COOH റിയാക്ടന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ഇത് ഞാൻ ഇനിയും ബാലൻസ് ചെയ്ത് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ, ഇറ്റ് ഇസ് ഓൾറെഡി ബാലൻസ്. ഇനി അടുത്തേക്ക് നമ്മൾ പോവാണ്. എഥനോയിക് ആസിഡിന്റെ എന്താണ് യൂസസ് ആണ് അല്ലെ. യൂസസിന്റെ കേസ് പറയുകയാണെങ്കിൽ വിനീഗർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അസിറ്റിക് എൻഹൈഡ്രൈഡും ഈ പറയുന്ന എസ്റ്റേഴ്സും സിന്തറ്റിക് ഫൈബേഴ്സ് ഉണ്ടാക്കാൻ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പോളിമേഴ്സ് റെസിൻസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുണ്ട്. ഡിസ്ഇൻഫെക്റ്റൻസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ മെഡിസിൻസിന്റെ നിർമ്മാണത്തിനും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോരോ യൂസസിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്ന യൂസസ് നിങ്ങൾ ഒരു മിനിമം 4 എണ്ണമെങ്കിലും പഠിച്ചു വെക്കാം കേട്ടോ. എത്ര എണ്ണം പഠിച്ചു വെക്കേണ്ടത്? 4 യൂസസ് പഠിച്ചു വെക്കാം. ഇനി അടുത്തേക്ക് പോവാണ്. നമ്മുടെ അവസാനത്തെ കോമ്പൗണ്ട് ആണ്. ഇറ്റ് ഇസ് അബൌട്ട് എസ്റ്റേഴ്സ്. അപ്പൊ നമ്മൾ മെത്തനോൾ കണ്ടു, എത്തനോൾ കണ്ടു, എത്തനോയിക് ആസിഡ് കണ്ടു. ഇനി ഡിസ്കസ് ചെയ്യുന്നത് ആരാണ്? എസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. വാട്ട് ഈസ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എസ്റ്റേഴ്സിനെ നിർമ്മിക്കുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. നിങ്ങൾ നോക്കിക്കേ, ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആൽക്കഹോൾസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിർമ്മിക്കുന്നത് ഈഥൈൽ എത്തനോവേറ്റ് എന്ന് പറയുന്ന എസ്റ്റർ ആണെന്ന് വിചാരിക്കാം. ഈഥൈൽ എത്തനോവേറ്റ് നിർമ്മിക്കണമെങ്കിൽ എനിക്ക് ആരുടെയൊക്കെ സഹായം വേണം? ഒരു ആൽക്കഹോളിന്റെയും അതേപോലെ തന്നെ കാർബോക്സിലിക് ആസിഡിന്റെ സഹായം വേണം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന എഥനോയിക് ആസിഡിനെയും എഥനോളിനെയുമാണ് കേട്ടോ. ഈ എഥനോയിക് ആസിഡും എഥനോളും കമ്പൈൻ ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? ഈഥൈൽ എത്തനോവേറ്റും അതേപോലെ തന്നെ ഇവിടുന്ന് എന്താണ് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നത്? വാട്ടർ മോളിക്യൂളും അവിടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഈ പറയുന്ന ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് എന്താണ്? H2O എന്ന് പറയുന്ന മോളിക്യൂളിനെ റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള പാർട്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എസ്റ്റർ നമുക്ക് ലഭിക്കുന്നത്. എല്ലാ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷനിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇതേപോലെ വാട്ടർ മോളിക്യൂളിന്റെ എലിമിനേഷൻ സംഭവിക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ദ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. ഇനി നിങ്ങളുടെ എസ്റ്റർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാ പറയുക? ഒരു കോമ്പൗണ്ടിന്റെ അകത്ത് ഈ COO എന്ന് പറയുന്ന ഒരു പോർഷൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഏത് കാറ്റഗറിയിലാണ്? എസ്റ്റേഴ്സിന്റെ കാറ്റഗറിയിലാണ് വരുന്നത് കേട്ടോ. ഇനി എസ്റ്റേഴ്സിന്റെ യൂസസ് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം, പല സ്ഥലങ്ങളിൽ നമ്മൾ ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് പെർഫ്യൂംസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ ഫുഡ് ഇൻഡസ്ട്രീസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള എസ്റ്റേഴ്സ്, ഇവിടെ കുറച്ച് എസ്റ്റേഴ്സും അവരുടെ ഫ്ലേവേഴ്സും അല്ലെങ്കിൽ അവരുടെ ഫ്രാഗ്രൻസും തന്നിട്ടുണ്ട് അല്ലേ. അതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന എസ്റ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് എസ്റ്റേഴ്സ് ആർ ഹാവിംഗ് ഫ്രൂട്ടി സ്മെൽ എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിലുള്ള 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ ടോപ്പിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ കവർ ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ? മെഡിസിൻസ് എന്ന് പറയുന്ന ഈ ഒറ്റ ടേബിൾ മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷേ ഇത് ഒഴിവാക്കി കളയരുത് നിങ്ങൾ കേട്ടോ. പല ആളുകളും ജസ്റ്റ് ഒഴിവാക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. ചിലപ്പോൾ ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് 4 മാർക്കിന് ചോദിക്കാം, ചിലപ്പോൾ 3 മാർക്കിന് ചോദിക്കാം. നമ്മൾ ആ മാർക്ക് മിസ് ചെയ്യണോ? ഇത് ജസ്റ്റ് ഒന്ന് അതേപോലെ പഠിച്ചു വെച്ചാൽ മാത്രം മതിയിടാം. നോക്കിക്കേ നിങ്ങൾ, അനാൽജസിക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ യൂസിങ് ടു റിലീവ് പെയിൻ. നമ്മൾക്ക് വേദന വന്നു, വേദന സംഹാരി എന്ന് നമ്മൾ പറയാറില്ലേ. വേദന സംഹാരിയായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഇത് ഈ പറയുന്ന അനാൽജസിക്. ഓക്കെ, ആരാണ്? അനാൽജസിക്. അവരുടെ എക്സാമ്പിൾ ആണ് ആസ്പിരിൻ ആൻഡ് പാരസെറ്റമോൾ. ഇപ്പൊ ചില ആളുകൾ പറയും, ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുന്ന ആളുകൾ പറയും, മാം പാരസെറ്റമോൾ ആ ടേബിളിനകത്ത് ഇല്ലല്ലോ. പക്ഷെ പാരസെറ്റമോളും എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഈ പറയുന്ന അനാൽജസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ഏതാണ്? ആന്റിപൈററ്റിക്സ്. നമ്മൾ പനി വരുമ്പോൾ നമ്മൾ കഴിക്കാറില്ലേടാ? പാരസെറ്റമോൾ കഴിക്കാറുണ്ട്, ഡോളു കഴിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും അല്ലേ. ആ ടൈപ്പ് ഓഫ് കാറ്റഗറിയിൽ വരുന്ന മരുന്നിനെ വിളിക്കുന്ന പേരാണ് ആന്റിപൈററ്റിക്സ്. ഓക്കെ, പനി എന്ന് ആലോചിക്കുക. പൈററ്റിക്സ്, പനി വരുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പാരസെറ്റമോൾ കഴിക്കുന്നത്. ആന്റിസെപ്റ്റിക്സ് ഏതിന്റെ എക്സാമ്പിൾ ആണ്? ആന്റിസെപ്റ്റിക്സ് ഡെറ്റോള്. വീണ് കഴിഞ്ഞ് നമ്മുടെ മുറിവൊക്കെ സംഭവിച്ചാൽ നമ്മൾ ഡെറ്റോൾ എടുത്ത് നമ്മൾ വാഷ് ചെയ്യും അല്ലേ. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ടു കൺട്രോൾ ദ മൈക്രോ ഓർഗാനിസംസ്. അവിടെ മൈക്രോ ഓർഗാനിസംസ് വളരാതിരിക്കാൻ വേണ്ടിയിട്ട് അതെന്താണ് ചെയ്യുന്നത്? ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ആളുകളാണ് ആന്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് വൺ ഇറ്റ് ഈസ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഡിസ്ട്രോയ്സ് ഇൻഫെക്ഷനസ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് പ്രിവെന്റ് ദെയർ ഗ്രോത്ത്. ഈ പറയുന്ന മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിക്കാനും
അതേപോലെ തന്നെ അവരുടെ ഗ്രോത്ത് ഇല്ലാതെയാക്കാനും വേണ്ടി സഹായിക്കുന്നതാണ് ഇത് ഈ പെൻസിലിൻ എന്ന് പറയുന്ന മരുന്ന്. അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ആന്റിബയോട്ടിക്കിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. സോ ഈ ടേബിൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. ഷഫിൾ ചെയ്ത് തന്നിട്ട് ഞാൻ പറഞ്ഞു മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുമുള്ളൂ, നമുക്ക് പഠിക്കാനുമുള്ളൂ. ഈ ചാപ്റ്റർ മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? വിത്തിൻ സ്മോൾ ടൈം കൊണ്ട് നമ്മൾ പഠിച്ചെടുത്തു. ഐ ഹോപ്പ് ദിസ് കോണ്ടന്റ് വീഡിയോ വിൽ ബി യൂസ്ഫുൾ ഫോർ യു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ക്ലാസിന്റെ അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഇനി വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് കുറച്ചുകൂടി ടഫ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്തോളൂ. അതിന്റെ ഒരു കോണ്ടന്റ് വീഡിയോ ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. So I hope this video it is very very useful for you. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. യൂസ്ഫുൾ ആണോ അല്ലയോ എന്നല്ല, നിങ്ങൾ എന്ത് ചെയ്യുക? അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, കൺസെപ്റ്റ് മനസ്സിലാക്കാനും അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്? നിങ്ങൾ എക്സാംസിന് നന്നായിട്ട് എഴുതാനും പറ്റട്ടെ. അപ്പോൾ ദി വെരി ബെസ്റ്റ്. We can see in another videos. Until then, bye bye from Sri Lakshmi.